ആരോരില്ലാത്ത ഉണ്ണികൾക്ക് വേണ്ടി വീടുകളിലൂടെ നടന്ന് അവർ സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും ഈ കുഞ്ഞുമക്കൾക്ക് വേണ്ടി അവർ രാത്രിയും പകലും അവർക്ക് വേണ്ടി ജീവിക്കണത് കണ്ടപ്പോൾ എനിക്കും എൻ്റെ ഉള്ളിൽ ഇതുപോലൊരു ബ്രദർ ആകണമെന്ന ആഗ്രഹമാണ് ആദ്യം വന്നത്. പാതുവായിലെ വിശുദ്ധ അന്തോണീസിനെ പോലെ അനുഗ്രഹീതമായ വാക്ചാതുരി കൊണ്ട് കർത്താവിൻ്റെ സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്യുന്ന മാതൃകാ വൈദികൻ. ഈ ജീവിതം കടന്നു പോകുന്നതിന് മുമ്പ് കുറേ പേർക്കൊരു നന്മയാകണം. അതിന് എൻ്റെ മാതൃകയായിരുന്നത് എൻ്റെ പള്ളിയിലത്തെ അച്ഛന്മാരും ഈ മലബാർ മിഷണറി ബ്രദേഴ്സുമാണ്. ശ്രോതാക്കളെ നിമിഷ നേരം കൊണ്ട് സ്വന്തമാക്കുന്ന ധ്യാനഗുരു, തിരുനാൾ പ്രസംഗകൻ, വിദ്യാർത്ഥിനികളുടെ പ്രിയങ്കരനായ പ്രഭാഷകൻ. പരിശീലന കാലത്തിൽ ഉടനീളം എൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്തയായിരുന്നു. ഒരു ജീവിതം ദൈവത്തിനു വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ശ്രേഷ്ഠമാക്കണം. അവർക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും ചെലവഴിക്കണം. നിലവിൽ ഓൾ കേരള ഓർഫനേജസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ, പുല്ലഴി സെയിൻറ്റ് ജോസഫ് ഹോം ഡയറക്ടർ. നിസ്തുലമായ സേവന രംഗങ്ങൾ. ഏകപക്ഷീയവും ഉപദ്രവകരവുമായ സർക്കാർ നയങ്ങളെ ശക്തിയുക്തം എതിർക്കുകയും തിരുത്തുകയും ചെയ്യുന്ന കൺട്രോൾ ബോർഡ് അംഗം എന്ന നിലയിൽ കേരളത്തിലെ ഓർഫനേജുകൾക്കെല്ലാം ആശ്രയിക്കാവുന്ന അത്താണിയാണ് ലിജോ അച്ഛൻ. മുഖനോട്ടമില്ലാതെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടാൻ ആർജവമുള്ള ഒരാൾ. പനമുക്ക് സെയിൻറ്റ് ആൻസ് ദേവാലയങ്ങളുടെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങളുടെ മുഖ്യശില്പി, ബൈബിൾ അപ്പോസ്തലേറ്റിന് ദിശാബോധം നൽകിയ വൈദികൻ. പ്രിയ ലിജോ അച്ഛ, രജത ജൂബിലി മംഗളങ്ങൾ.